മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോട് ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ റസൂലേ, മുർനി ബികലിമാത്തിൻ അഖൂലുഹുന്ന ഇദാ അസ്ബഹതു ഇദാ അംസൈതു, പ്രഭാതമായാലും പ്രദോഷമായാലും എനിക്ക് പറയാനുള്ള ദിക്റുകൾ എന്നോട് കൽപ്പിക്കണം, ചൊല്ലാൻ കൽപ്പിക്കണം, എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അവിടെ നിന്ന് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത ദിക്റുണ്ട്. അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദതി റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അഊദു ബിക മിൻ ശർരി നഫ്സി വശർരി ശൈത്വാനി വശിർകിഹി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഈ ഒരു ദിക്ർ, ഇതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ ഫാത്തിറസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹുവേ, ആലിമൽ ഗൈബി വശഹാദതി, അദൃശ്യവും ദൃശ്യവുമായ കാര്യങ്ങളെ അറിയുന്നവനായ പടച്ച റബ്ബേ, റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു, എല്ലാ വസ്തുക്കളുടെയും അധികാരിയും സംരക്ഷകനുമായ അല്ലാഹുവേ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന ദേഹേച്ഛകൾ മൂലമുണ്ടാകുന്ന ഷർറിനെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. വശർരി ഷൈത്വാനി, ഷൈത്വാനിൻ്റെ വസ്വാസ് പോലത്തെ ഷൈത്വാനിൽ നിന്നുണ്ടാകുന്ന ഷർറിനെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു. വശിർക്കിഹി, ഷൈത്വാൻ മൂലം ഷിർക്കിലേക്കും കുഫ്രിലേക്കും എത്തിപ്പെടുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന ഒരു ദിക്ർ നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മാത്രവുമല്ല, ഉറക്കം ഉദ്ദേശിച്ച് കഴിഞ്ഞാലും ഈ ദിക്ർ ചൊല്ലാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് മുത്തുനബി കൽപ്പിച്ചതായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ദിക്ർ നമുക്കും പതിവാക്കാൻ ഉദാത്തമായതാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.